എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. അല്ല, ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? അത് ശരി, വെള്ളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? എന്നോടാണ് ഇവന്റെയൊക്കെ കളി. നിക്കടവിടെ, നീ എങ്ങോട്ടാണ് ഈ ഓടുന്നേ? ഞാൻ പിടിച്ചേ, നിന്നെയൊക്കെ നിന്റെ രീതിയിൽ തന്നെ ഞാൻ പിടിക്കൂടാ. നീ എങ്ങോട്ടാടാ ഓടുന്നേ? നിക്കട അവിടെ നിക്കാൻ. ആ പിടിച്ചേ. ആ പിന്നെ പിടിച്ചേ. അലിവിനത് എവിടെ പോയി? അത് ശരി, അപ്പൊ ഇതിനകത്ത് ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഇനി നീ രക്ഷപ്പെട്ടു പോന്ന എനിക്കൊന്ന് കാണണം. എന്താ ചെയ്താലും ഞാനിത് കാണിച്ചു തരുന്ന പ്രശ്നമില്ല. കാണിച്ച് നീ എന്താ ഒളിപ്പിക്കുന്ന നോക്കട്ടെ, കാണിക്കേ. എന്നാ പിന്നെ കണ്ടോ. അല്ല, നീ എന്തിനീ കിടന്നോടുന്നേ? നിന്നെ പിടിക്കാനായിട്ട് ആരും വന്നില്ലല്ലോ. ഞാൻ ഓടുന്നതേ നന്നായിട്ട് വേർക്കാൻ വേണ്ടിട്ടോ. പിന്നെ എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല. അതെ കൂട്ടുകാരെ, ഈ തവളകളെ അടുക്കളയിലേക്ക് പോകാൻ അനുവദിക്കരുത്. അവിടെ ഒരുപാട് വെള്ളമുണ്ട്, ഒരുപാട്. വരൂ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അങ്ങനെ അവന്മാര് കുടുങ്ങി. നീ എന്തിനാണ് കരയുന്നത്? തലതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കിടന്ന് കരയുന്നത്. പക്ഷെ എന്റെ വിഷമം എന്താണെന്ന് വെച്ചാ, ഇനി ഈ വീട്ടിൽ നിന്നുകൂടി നിങ്ങൾ ഞങ്ങളെ പുറത്താക്കുമല്ലോ എന്ന് വിചാരിച്ചാണ്. ബണ്ണി വടാപ്പാവ്. എടാ, വടാപ്പാവിനെ കുറിച്ച് സംസാരിക്കാതെ കള്ളനെ പിടിക്കാൻ നോക്ക്. കിട്ടി. ഞങ്ങൾ ഇപ്പൊ നിന്നെ പിടിക്കും. ഇത് ഞാൻ കഷ്ടമാക്കും. അയ്യോ, പെയിന്റിങ്ങിനൊന്നും ചെയ്തേക്കല്ലേ. ഞാൻ വെറുതെ ഡാൻസ് കളിക്കുന്നതാ ഇങ്ങനെ. എവിടെ പോയി? എടാ, എന്റെ പെയിന്റിങ് നിക്ക് ഹണി. പിടിച്ചോ. അല്ല, എവിടെന്നാണ് ഈ തവള? ആകെയെല്ലാം വൃത്തികേടായി. ഇനി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അയ്യോ, വീണ്ടും തവള. ഈ തവളകളൊക്കെ എവിടുന്ന് വരുന്നു? ഹണി, ഹണിയ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അയ്യോ അമ്മേ, ഭൂമി കുലുങ്ങാണ്.
ഇത് അതിലും വലിയ പ്രശ്നമാണ്. ദേ നമ്മുടെ വീട്ടിലെ തവളകളുടെ ഗ്രൂപ്പ് വന്ന് അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. ഒന്ന് എണീക്ക്. അതിന് നീ പേടിക്കുന്നതിനാ ജനലിന്റെ അടുത്താക്ക് 2 തവളയല്ലേ ഉള്ളൂ. എന്റെ മൊത്തം തുപ്പുന്നോ നീ? പിന്നെ 5 ഫാനില്, ബാക്കി 10 സോഫയില്. നിനക്ക് ഇത്രയൊക്കെ കണ്ടിട്ടും പേടിയാകുന്നില്ലേ? ഇനി ഡൈനോസർ വന്നാലേ പേടിക്കുന്നുള്ളൂന്നുണ്ടോ? ഞാനാണ് ഇവരുടെ ഗ്രൂപ്പ് ലീഡർ. എന്റെ പേരാണ് ലൂസിഫർ. ഇവൻ എന്റെ കൊച്ചു ബ്രദർ. ഇവന്റെ പേര് പീറ്റർ. ഇവിടെ എല്ലാവരുടെയും വാച്ചർ. പിന്നെ ഇവൻ കഴിക്കുന്നത് മിൽക്ക് ആൻഡ് ബട്ടർ. ഇനി മുതൽ ഞങ്ങൾ എല്ലാ തവളകളും ഇവിടെയായിരിക്കും താമസിക്കുന്നത്. ഞങ്ങൾ ഇതിനെ സ്വന്തം വീടായിട്ടാണ് കരുതിയിരിക്കുന്നത് ബ്രോ. നിങ്ങൾ താമസിക്കുന്നത് ATM-ലല്ലേ? അയ്യോ, അത് ഞങ്ങളല്ല. മെഷീനിൽ നിന്നും ക്യാഷ് വരുന്നതിന്റെ ശബ്ദമാണ്. അല്ല, ഇത് ഇവന്മാർ എങ്ങോട്ടാ പോയത്? ഞങ്ങൾ അങ്ങനെ തന്റെ കയ്യിൽ വന്ന് കുടുങ്ങാനുള്ള ഭാഗ്യമൊന്നും തനിക്കില്ലടോ. ഞാൻ എന്തൊരു മണ്ടന. വെറുതെ ആ ജോത്സ്യന്റെ ഭാഗ്യം പരീക്ഷിക്കാനൊന്ന് നിന്നു കൊടുക്കുക. വായ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തുറക്കുന്നത്. ആദ്യത്തേത് അറിയില്ല, പിന്നെ രണ്ടാമത്തേത് പറയില്ല, അപ്പൊ മൂന്നാമത്തേതോ? മൂന്നാമത്തേത് ഇതാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിൽ ആരാണ് എന്റെ തത്ത? ആ, നീ തന്നെയാണ് എന്റെ തത്ത. വാ എന്റെ കൂ. പോപ്പട്ടെ, ഞാൻ പറയുന്നത് നീ കേക്ക്. ആ തോത്തേഷ് ജോത്സ്യന്റെ അടുത്ത് തന്നെ നിക്കട്ടെ. നമുക്ക് വീട്ടിലോട്ട് പോകാം വേഗം. ഒന്നും വേണ്ടായിരിക്കും. ഞാൻ തോത്തേഷാണ്. ജോത്സ്യൻ ഞാനാണെന്ന് വിചാരിച്ച പോപ്പട്ടനെ പിടിച്ചോണ്ട് പോയത്. അവനാണ് എന്നെ പുറത്തിറക്കിയത്. നമുക്ക് അവനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. വരൂ കൂട്ടുകാരെ, നമുക്ക് ആ ജോത്സ്യനെ ഒരു പാഠം പഠിപ്പിക്കണം. നിനക്ക് ഈ പ്രാവശ്യം നിനക്ക് പെയിന്റിംഗ് മോഷിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഓടരുത്. നിന്നെ ഞാൻ വിടില്ല. എന്നെ പിടിക്കാന്നോ? കത്തിരിക്കോ. ഇങ്ങോട്ട് പോയി പിടിക്കാ. അയ്യോ, എന്റെ പെയിന്റിംഗ് മോഷ്ടിച്ചോടെ ആരെങ്കിലും അവരെ പിടിക്കണേ. അയ്യോ, പിടിക്കാൻ തന്നെയാ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകൂ, നിങ്ങൾ ഇങ്ങോട്ട് പോകൂ. ഞാൻ നേരെ പോകാം. നോക്കൊരു കാക്ക. അല്ല, എവിടെയാ? അവനെ പിടിക്ക്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഐഡിയ. പെയിന്റിംഗ് തന്നേക്ക്. ഓറഞ്ച് തന്നതിന് താങ്ക്സ് ഉണ്ട്. അയ്യോ, എന്റെ ഓറഞ്ച്. സാറേ, ഓറഞ്ച് കഴിക്കുന്നോ? അയ്യോ, കള്ളൻ എങ്ങോട്ടാണ് പോയത്? ഈ ബ്രഷ് കൊള്ളില്ല. ഇതെന്തായാലും കൊള്ളാം. എന്തുവാണ് ഈ കാണിക്കുന്നേ? ബണ്ണി, ദേ നോക്ക്, എന്റെ ബ്രഷ് സംസാരിക്കുന്നു. എടാ കഴുതേ, അത് പോപ്പട്ടാണ്, അല്ലാതെ ബ്രഷൊന്നും അല്ല. കഴുത. എടാ കുട്ടികളെ, കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ മറക്കാതെ വാങ്ങിക്കണം. ബാക്കി പച്ച നിറത്തിലായിരുന്ന പോപ്പറ്റിനെ അവൻ നീല നിറത്തിലാക്കി. അടി കൈ. എല്ലാരും വഴക്ക് കൂടുന്നൊന്നും നിർത്ത്. എക്സിബിഷൻ ഓഫീസർ ഇപ്പൊ പെയിന്റിംഗ് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. അദ്ദേഹം വരുന്നതിന് മുൻപ് പെയിന്റിംഗ് മുഴുവൻ നമ്മൾ വരച്ചു തീർക്കണം. ശരിയാ, വേഗം വാ, നമുക്ക് പെയിന്റിംഗ് തീർക്കാം. കൊള്ളാം. ഇനി സൂര്യൻ മാത്രമാണ് ബാക്കി. മഞ്ഞ കളർ. എന്തുവാടേ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അടിച്ചത് യെല്ലോ കളറാണ്. ഇതെങ്ങനെ ബ്ലാക്ക് ആയി? കാരണം യെല്ലോ കളർ എന്റെ കയ്യിലാണുള്ളത്.
ഹണി കാരണം മുമ്പ് കറുത്ത വാവ് ജീവിതത്തിൽ മാത്രമായിരുന്നു. ഇപ്പതാ പെയിന്റിങ്ങിലുമായി. നിന്നെ ഞാനിന്ന് വെറുതെ വിടലടാ. അയ്യോ എന്റെ അമ്മച്ചി. നിക്കടാ കഴുതേ. എടാ ഇന്ന് എന്തുമാത്രം കളറാ ഞാൻ മാറിയത്. ഇപ്പൊ എന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ ഓന്താണെന്നാ. എല്ലാം ഈ മരക്കഴുത ഹണി കാരണം. ബി. ഞാൻ എക്സിബിഷൻ ഓഫീസറാണ്. നിങ്ങളുടെ പെയിന്റിംഗ് നോക്കാൻ വന്നതാ. മഴ പെയ്തിട്ട് ഇപ്പോൾ നാളുകൾ ഏറെയായി. ഓഫീസർ വന്നിരിക്കുകയാണ് നമ്മുടെ പെയിന്റിങ്സ് കാണുവാനായി. അടികൈ. അത് ശരി, ആദ്യം എന്റെ പെയിന്റിംഗ് ഒന്ന് നോക്കാമോ? ഇത് ഏതാണ് സ്ഥലം? ഇത് രംഗിസ്ഥാനാണ്. എടാ ഇത് മൊത്തത്തിൽ വെളുത്തിരിക്കുകയാണല്ലോ. അതിന് കാരണം ഇവിടെ മഞ്ഞമഴ പെയ്തു. അതുകൊണ്ടാണ് ഇവിടെ മുഴുവനും വെള്ളയായി മാറിയിരിക്കുന്നത്. വൈറ്റ്, സ്നോ വൈറ്റ്. അടിപൊളി. എന്റെ സാറേ, മാസം കൃത്യമായി അടയ്ക്കണം വൈദ്യുതി ബിൽ. എന്റെ പെയിന്റിംഗ് ആണ് ഈ താജ്മഹൽ. അടികൈ. കൊള്ളാലോ. ഇതാണ് എന്റെ പെയിന്റിംഗ്. എല്ലാ പെയിന്റിങ്സും ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, എല്ലാ പെയിന്റിങ്സും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നാളെ വന്നിട്ട് പറയാം ഇതിലേതാ ഫസ്റ്റ് എന്ന്. ഓക്കേ ഓക്കേ, ടാറ്റാ. ടൈം ഈസ് ദ റേസ്. എന്റെ സമയം വേസ്റ്റ് ചെയ്യരുതാ. വേസ്റ്റോ? അതിന് ഞങ്ങളിപ്പോഴാണ് താങ്കളുടെ സമയം വേസ്റ്റ് ചെയ്തത്. നിങ്ങൾ വരച്ച പെയിന്റ് എവിടെയാണെന്ന് വേഗം കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടത്തല ഞാൻ പൊട്ടിക്കും. അല്ല, പെയിന്റിംഗ് എക്സിബിഷൻ ഓഫീസർ കൊണ്ടുപോയല്ലോ. കൊള്ളാലോ. എക്സിബിഷൻ ഓഫീസർ വരുന്നതിന് മുമ്പ് തന്നെ പെയിന്റിംഗ് ആരാ കൊണ്ടുപോയത്? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്? ഹൗ? ഒന്നാണ്ടി പിറന്നപ്പോൾ ആരാണ് കൈനീട്ടം തന്നത്? ഈ മറ്റൊരു ഓഫീസർ എവിടുന്നാണ് വന്നത്? അടികൈ. എടേ എനിക്ക് തോന്നുന്നത് വന്നവൻ കള്ളനാണെന്നാ. നമ്മുടെ പെയിന്റിങ്സ് അടിച്ചു മാറ്റാൻ വന്നായിരിക്കും. ബണ്ണി, ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടോ നീയെ? പെയിന്റിംഗിൽ എന്തുമാത്രം യങ്ങായിട്ടുണ്ടല്ലേ? എന്റെ അമ്മച്ചി, സോറി സാർ, സോറി. നിങ്ങൾ കള്ളനാണോ വിചാരിച്ചത്? പക്ഷെ നിങ്ങൾ ഒറിജിനലാ. ലൈഫ് ഈസ് ദ റേസ്. നിങ്ങൾ നശിപ്പിച്ചെന്റെ ഫേസ്. വാട്ട് എ ബാഡ് ഫേസ്. ഞാൻ ഇടുപെടാം നിങ്ങളുടെ പേരിൽ ഒരു കേസ്. അയ്യോ, സോറി സാർ. കളർ എല്ലായിടത്തും ഉണ്ടല്ലോ. അവനെ എങ്ങനെയാണ് കണ്ടെത്തുക? അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ വശത്തേക്ക് പോയി നോക്ക്, നമുക്ക് ഈ വശത്തേക്ക് പോയി നോക്കാം. ഹേയ്, നിൽക്ക്. രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? സോറി. അത് ശരി, ഇവിടെ ഒളിച്ചിരിക്കുകയാണോ? ഇവിടെ തന്നെ കാണും. അത് ശരി, മോളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ആരത്? പുറത്തേക്ക് വാടാ. സോറി. രക്ഷിക്കോ. ഞാൻ മറന്നുപോയി, വെള്ളത്തിലൂടെ ഓടുകയല്ല നീന്തുകയാണ് വേണ്ടതെന്ന്. ജോത്സ്യം നിക്കവിടെ, ഞങ്ങളുടെ കൂട്ടുകാരനെ വിട്ടേക്ക്. ഹണി മണി, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കടാ. വേണ്ട ഹണി, നമുക്ക് അവനെ ഓടിച്ചിട്ട് തന്നെ പിടിക്കാം.
സത്യത്തിൽ നമ്മൾ അയാളെ പിടിക്കാൻ ഓടുകയാണോ അതോ സ്വയം നമ്മളെ ശിക്ഷിക്കുവാണോ? എത്ര സമയം ഓടാൻ തുടങ്ങിയിട്ട്? ഹണി, നീ എന്റെ 2000 രൂപ എവിടെയാടാ കളഞ്ഞത്? ആ 2000 രൂപ എന്റെ കൈ കിട്ടിയ ഞാൻ അടിച്ച് പൊടിച്ച് തിമിർത്ത് ചാടും. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എനിക്ക് കിട്ടി, ദേ കിടക്കുന്നു. അയ്യോ, തന്റെ പാക്കറ്റിൽ നിന്ന് പണം താഴെ പോയി. ആണോ? എവിടെ എവിടെ എവിടെ? ദാ ഇവിടെ. ജ്യോതിഷ്ണ കുറെ നാള് കൂട്ടിലടച്ചില്ലേ, അതിനുള്ള ശിക്ഷയാ. 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് മാപ്പ് കിട്ടൂ. യവൻ നന്നാവെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഐഡിയ. ഇവന്മാരെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വട്ടം ചുറ്റിക്കാം. വലിയ ആളായിട്ട് വന്നത് എന്നെ പിടിക്കാനായിട്ട്. ടിങ് ടോങ്, ടിങ് ടോങ്. ആരാ? ഞാൻ നിങ്ങൾ 4 പേരെയും ട്രയാങ്കിൾ ആക്കി എന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യും. പിന്നെ അതിനെ 5 കൊണ്ട് മൈനസ് ചെയ്ത് 4 കൊണ്ട് ഗുണിക്കും ഞാൻ. പിന്നെ അതിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് സർക്കിൾ ആക്കും. എന്ന് വെച്ചാ എനിക്കും അറിയില്ല. അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. നിങ്ങൾ 2 പേരേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ 4 പേരുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളൊന്ന് തൊടാൻ പോലും പറ്റില്ല. നിന്നെയൊക്കെ ചൂളമടിച്ച് വാലി കറക്കി നിലത്തടിക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി. സോറി, കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞെന്ന് വിചാരിച്ചാ മതി. മാത്രല്ല, ഞാൻ ചൂളടിച്ചു കഴിഞ്ഞാൽ ആകെ കാറ്റ് മാത്രമേ പുറത്തോട്ട് വരൂ. കണ്ടില്ലേ? ആഹാ, ഇത് കൊള്ളാലോ. അടിപൊളി ജിലേബി. കൊള്ളാം, ഇതും കലക്കി. ഇത്രയും വലിയ പലഹാരത്തിൽ കല്ല് കടിക്കുന്നു. എടാ, അത് പലഹാരമല്ല, കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിങ്ങാ. നീ അതിലിട്ട് കടിച്ചില്ലേ? പോപ്പട്ടനാണെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഭാഗ്യക്കേടാ. രാവിലെ ബാത്റൂമിലൊന്ന് വീണായിരുന്നു. ബാത്റൂമിനകത്ത് ഷാമ്പു ഒഴിച്ചത് ഞാനായിരുന്നു. പിന്നെ കസേരയിൽ ഇരുന്നപ്പോ തന്നെ താഴെ വീണു. കസേര പുറകിലോട്ട് വലിച്ചത് ഞാനായിരുന്നു. അതെന്റെ ഭാഗ്യക്കേട് കൊണ്ടല്ലടാ, നിനക്ക് ഭാഗ്യം ഉള്ളത് കൊണ്ടായിരുന്നു. പക്ഷെ ഇനി നിന്നെ എങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നിന്റെ തമാശ ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. എടാ, നിക്കണ അവിടെ. നിനക്കൊന്ന് നേരെ നോക്കി പറഞ്ഞൂടാ. വന്നാലും അകത്തേക്ക് വന്നാലും നിങ്ങളുടെ ഭാവി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നാമത്തേത് എനിക്കറിയില്ല. രണ്ടാമത്തേത് ഞാൻ പറയില്ല. മൂന്നാമത്തേതോ? 3 എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ വെറും 10 രൂപ മുടക്കൂ. ദാ ഇത് നോക്കൂ, ഫ്യൂച്ചർ. ഒരു തമാശ കാണിച്ചതാ. മാത്രവുമല്ല, തമാശ പറയാൻ ഒരു 3 കാര്യങ്ങൾ വേണം. ആദ്യത്തേത് എനിക്കറിയില്ല. രണ്ടാമത്തേത് ഞാൻ പറയില്ല. അപ്പൊ മൂന്നാമത്തേതോ? മൂന്നാമത്തേത് നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചില്ലേ, അതായത് തമാശ. അയ്യോ, പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഫ്യൂച്ചർ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങനെ കാർഡ് വിതറുമ്പോൾ തന്നെ എന്റെ തത്ത തോത്തിഷ് പുറത്തിറങ്ങി വന്ന് നിങ്ങളുടെ ഭാവി പറഞ്ഞു തരുന്നതാണ് കുട്ടികളെ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. എപ്പോ നോക്കാം, ഇപ്പോ.
ആദ്യത്തെ ഫ്യൂച്ചർ പറഞ്ഞു കഴിഞ്ഞു തരിക 10 രൂപ. കൈനീട്ടം വേഷമായിരിക്കണോ? നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കൂ. എനിക്ക് അങ്ങോട്ട് ഭോജനം കഴിക്കാനുള്ള സമയമായിരിക്കണോ? നിങ്ങൾ ഏതു വഴിയാണോ അകത്തേക്ക് കയറി വന്നത് ആ വഴി തന്നെ പുറത്തേക്ക് പോകാവുന്നതാണ്. പോപ്പട്ടെ, ഇട പോപ്പട്ടെ, ഒന്നുമില്ല, ഓൾ ദി ബെസ്റ്റ്. അയ്യോ രക്ഷിക്കണേ. ആഹാ, താക്കോല് കിട്ടി, വേഗം വാ. അയ്യോ നിങ്ങൾ എന്റെ തത്തയെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? എന്റെ കണ്ണിൽ പാറ്റ വീഴും. തോത്തേഷനെ രക്ഷിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജോത്സ്യന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അയ്യോ എന്റെ കൈ.